ലോകമെമ്പാടുമുള്ള കത്തോലിക്ക വിശ്വാസികളുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഉറവിടവും മകുടവുമായാണ് വിശുദ്ധ കുർബാനയെ സഭ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ഇന്നത്തെ തിരക്കേറിയ ജീവിതശൈലി, വിശ്വാസക്കുറവ്, ആരാധനക്രമങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മ എന്നിവ കാരണം വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന രീതിയിൽ ചില പ്രധാന വീഴ്ചകൾ വർദ്ധിച്ചു വരുന്നതായി ആരാധനക്രമ വിദഗ്ധരും വൈദികരും ചൂണ്ടിക്കാട്ടുന്നു. സഭയുടെ ആരാധനക്രമ നിർദ്ദേശങ്ങൾ പ്രകാരം വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട 3 പ്രധാന കാര്യങ്ങളാണ് സഭ ഓർമ്മിപ്പിക്കുന്നത്. ഒന്നാമതായി, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിനു മുമ്പ് ക്രിസ്തുവിന്റെ യഥാർത്ഥ സാന്നിധ്യത്തോടുള്ള ആദരവിന്റെ പ്രകടനമായി തല കുനിച്ച് ഈശോയെ വണങ്ങണം. എന്നാൽ പലരും ഇത് ഒഴിവാക്കി നേരിട്ട് കുർബാന സ്വീകരിക്കുന്ന പ്രവണത വർദ്ധിക്കുന്നതായി വിദഗ്ധർ പറയുന്നു. രണ്ടാമതായി, വിശുദ്ധ കുർബാനയിൽ വൈദികൻ ക്രിസ്തുവിന്റെ തിരുശരീരം എന്ന് പറയുമ്പോൾ വിശ്വാസി ആമേൻ എന്ന് വ്യക്തമായി മറുപടി പറയേണ്ടത് സഭയുടെ ആരാധനക്രമത്തിന്റെ ഭാഗമാണ്. ഇത് വെറും ഒരു ഔപചാരിക പ്രതികരണമല്ല, മറിച്ച് വിശുദ്ധ കുർബാനയിലെ ക്രിസ്തുവിന്റെ യഥാർത്ഥ സാന്നിധ്യത്തിലുള്ള വിശ്വാസത്തിന്റെ വ്യക്തിപരമായ പ്രഖ്യാപനമാണെന്ന് ദൈവശാസ്ത്രജ്ഞർ വിശദീകരിക്കുന്നു. മൂന്നാമതായി, കൃപാവര അവസ്ഥയിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കുക എന്നതാണ്. കത്തോലിക്ക സഭയുടെ പ്രബോധനമനുസരിച്ച് ഒരു വ്യക്തി വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ അയാൾ കൃപാവര അവസ്ഥയിലായിരിക്കണം. വിശുദ്ധ കുമ്പസാരത്തിൽ ഏറ്റുപറയാത്ത മാരകപാപം തന്നിലുണ്ട് എന്ന ബോധ്യമുള്ളയാൾ ആദ്യം കുമ്പസാരിച്ച ശേഷം മാത്രമേ വിശുദ്ധ കുർബാന സ്വീകരിക്കാവൂ. അല്ലാത്തപക്ഷം യോഗ്യതയില്ലാത്ത വിശുദ്ധ കുർബാന സ്വീകരണം കുർബാനയോടുള്ള ഗുരുതരമായ അനാദരവായി സഭ കണക്കാക്കുന്നു. വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണെങ്കിലും വിശുദ്ധ ബലിയിൽ ഭക്തിപൂർവ്വം പങ്കെടുക്കുകയും ആത്മീയമായി കർത്താവിനോട് ഐക്യപ്പെടുകയും ചെയ്യേണ്ടത് വിശ്വാസ ജീവിതത്തിന്റെ പ്രധാന ഘടകമാണെന്ന് വൈദികർ ഓർമ്മിപ്പിക്കുന്നു.